എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു എന്ന നാമം, യേശു എന്ന നാമം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കലാസൃഷ്ടികളിൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ, അതുപോലെ തന്നെ ദൈവ വിശ്വാസത്തിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന അനേകം സംഘടനകളുടെ വാക്കുകളിൽ ഒക്കെ ഈ പേര് പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർക്ക് തന്നെ യേശുനാമത്തിൻ്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രത്യേകതയോ മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിനുള്ള പ്രത്യേകതയൊക്കെ ഒരു പക്ഷേ അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ആ പേരും അതിൻ്റെ അർത്ഥവും അതിൻ്റെ മൂല്യവും അതിൻ്റെ ശക്തിയും പേരിൻ്റെ തന്നെ പ്രത്യേകതകൾ ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ അറിയാം, ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്രിസ്തു എന്ന മലയാളം പദം നമ്മൾ കാണുക. അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അതിൻ്റെ ഹീബ്രു പദം മെഷിയാഹ് എന്നാണ്. അഭിഷിക്തൻ, ദൈവത്താൽ അഭിഷേകം ചെയ്തവൻ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം പറയുന്നത് തന്നെ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ദരിദ്രരുടെയും പാപികളുടെയും രോഗികളുടെയും ഒക്കെ രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട നാമമാണ് എന്നുള്ളതാണ് യെശയ്യാ പ്രവചനം. അതായത് ക്രിസ്തുവിന് വേണ്ടി ഏതെല്ലാം പ്രവചനങ്ങൾ നടന്നിട്ടുണ്ടോ ആ പ്രവചനങ്ങളെല്ലാം അക്ഷരം തെറ്റാതെയാണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എവിടെന്നോ കേട്ട എന്തോ ഒരു പദമല്ല ക്രിസ്തു എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള വാക്കാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആ വാക്കിന് അല്ലെങ്കിൽ ആ പേരിന് അനേകം അർത്ഥങ്ങളോടുകൂടിയാണ് ആ പേരിനെ നമ്മൾ കാണേണ്ടത്. അത് രക്ഷയുടെ അർത്ഥമാണ്, അത് വിടുതലിൻ്റെ അർത്ഥമാണ്, അത് ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ പ്രവചന പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ സാൽവേഷൻ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് അവിടെയാണ്. അപ്പം ഇങ്ങനെ ക്രിസ്തു എന്ന ആ പേര് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെയെങ്കിലും ജീവിതത്തിൽ അതിൻ്റെ അർത്ഥവും മൂല്യവും മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് തന്നെ എന്താണ് കുഴപ്പം, യേശുവിൻ്റെ നാമം അവഹേളിക്കുന്ന രീതിയിൽ പലവിധ സോഷ്യൽ മീഡിയയിലെ പലവിധ പ്രയോഗങ്ങൾ കാണുമ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ ചോദിക്കും, അതിനെന്തായി പ്രശ്നം, എന്താണ് യേശുവിൻ്റെ നാമം ഒന്ന് ഉപയോഗിച്ചതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് പോലും ആ നാമം എത്രമാത്രം ശക്തമാണെന്നും ആ നാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതെൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം മൂല്യമുള്ളതാണെന്നും ആ രക്ഷയുടെ നാമം എടുത്ത് ആവശ്യമില്ലാതെ ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം തെറ്റാണെന്നും പാപമാണെന്നും ഒന്നും മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾക്ക് പോലും ഒരുപക്ഷെ സാധിക്കാത്തൊരു കാലഘട്ടം. കാരണം പ്രത്യേകിച്ച് പുതിയ തലമുറകളിലേക്കൊക്കെ ആ ക്രിസ്തു നാമത്തെ അല്ലെ യേശു നാമത്തെ, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയാണ്. അതായത് യേശു തന്നെയാണ് കർത്താവ്. പൗലോസ്ലീഹയുടെ ലേഖനത്തിലും സുവിശേഷങ്ങളിലെല്ലാം ക്രിസ്തു എന്ന നാമം പലവട്ടം ഉപയോഗിക്കുകയാണ്. നീ തന്നെയാണോ ക്രിസ്തു, അതെ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ? ശമരിയക്കാരി സ്ത്രീ പറയുകയാണ്, ഈ ക്രിസ്തു വരുമ്പോൾ ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കും. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവിനോടുകൂടി. ലാറ്റിൻ കുർബാനയുടെ ഏറ്റവും അർത്ഥവത്തായ ഒരു വാക്യമാണിത്. കുർബാനക്രമത്തിലെ ക്രിസ്തുവിനോടുകൂടിയാണ് എല്ലാം, ക്രിസ്തുവിൽ തന്നെയാണെല്ലാം, ക്രിസ്തുവിലേക്കാണെല്ലാം. അപ്പോൾ നമുക്ക് ഈ പേരിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ക്രിസ്തുനാമത്തിൻ്റെ ശക്തി, യേശുനാമത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ നാമം എന്തെല്ലാം പ്രത്യേകതയുണ്ട് നമുക്കെന്നെല്ലാം നമുക്ക് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നമുക്ക് ശ്രവിക്കാം. അതായത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൻ്റെ നാമം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുകയായിരുന്നു. അനേകം വാഗ്ദാനങ്ങൾ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി പുത്രനെ വിടുകയാണ്. മനുഷ്യരുടെ കൂടെ ജീവിച്ച് മനുഷ്യൻ്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി പാപമൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും മനുഷ്യനായിരുന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രൻ എന്താകുന്നു? രക്ഷകനായും രക്ഷയായും മാറുകയാണ്. രക്ഷകനാകുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ സർവ്വസഹനത്തോടും കൂടി സഹനത്തിൻ്റെ ഏറ്റവും തീവ്രതയിൽ നിന്നുകൊണ്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് സകല ജനത്തിനും വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ചിന്തുമ്പോൾ രക്ഷകനായി മാറുന്നു. എന്നാൽ രക്ഷയായി മാറുന്നത് എപ്പോഴാണ്? ഈ രക്ഷകനെ കഴിയുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നു. എന്നാൽ ഒരു പക്ഷേ ഈ രക്ഷണം കേട്ടിട്ട് പോലും ഇല്ലാത്തവരുടെ ഹൃദയത്തിലേക്ക് ആ രക്ഷ പകർന്നിട്ടുണ്ട്. അവരുടെ ജീവിതം കൊണ്ടും മനസാക്ഷി കൊണ്ടും അവരെങ്ങനെ അതിനെ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ വിധി അവരുടെ മേലുണ്ടാകുക. അപ്പോൾ രക്ഷയും രക്ഷകനുമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ ആഴമായിട്ട്, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാകുന്ന ക്രിസ്തുവിനെ, അതുപോലെ തന്നെ ഉടമ്പടികളുടെ പൂർത്തീകരണമാണ്. അറിയാം, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടിയാണ് സിനായി ഉടമ്പടി. ദൈവവും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച ഏറ്റവും വലിയ ഉടമ്പടി.
നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എന്താണ്? ഈ പ്രമാണങ്ങൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. സിനായി ഉടമ്പടിയാണ് മോശയിലൂടെ ദൈവം നൽകുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ വീണ്ടും ഉടമ്പടിയാണ്. ക്രിസ്തുവിൽ ഈ ഉടമ്പടി പൂർത്തീകരിക്കപ്പെടുകയാണ്. എബ്രായ ലേഖകൻ വ്യക്തമായിട്ട് ഈ ഉടമ്പടിയുടെ പൂർത്തീകരണത്തെപ്പറ്റി പറയുന്നുണ്ട്. കാരണം ക്രിസ്തുവിൽ സർവ്വ ഉടമ്പടികളും വന്ന് നിൽക്കുകയാണ്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടിയാണ്, സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്, രക്ഷയുടെ ഉടമ്പടിയാണ്. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. ഉടമ്പടിയുടെ പൂർത്തീകരണമായ ക്രിസ്തു, ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായ ക്രിസ്തു. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ എന്താണ്? ആദ്യ കാലഘട്ടത്തിനാണെങ്കിൽ നമുക്ക് ചരിത്രം അറിയാവുന്ന അബ്രഹാം തുടങ്ങിയുള്ള ചരിത്രം കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം. അന്ന് തുടങ്ങി അബ്രഹാമിനോടാണ് വാഗ്ദാനം തുടങ്ങുന്നത്, ഉടമ്പടി തുടങ്ങുന്നത്. നിൻ്റെ ജനത്തെ ഞാൻ ലോകം മുഴുവനും ഈ മണൽത്തരി പോലെ വ്യാപിപ്പിക്കും, നീയും ഞാനും തമ്മിലെന്നും ആ ബന്ധമുണ്ടായിരിക്കും. നിന്നിൽ നിന്ന് രക്ഷകൻ, അബ്രഹാമിൻ്റെ പുത്രനായ രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നു. തേനും പാലും ഒഴുകുന്ന കനാൻ ദേശം ഞാൻ നിനക്ക് തരും. അത് രണ്ടർത്ഥത്തിലുമാണ്. അക്ഷരാർത്ഥത്തിലുള്ള കനാൻ ദേശം നൽകുന്ന ഒപ്പം തന്നെ സ്വർഗീയ കനാനിലേക്ക് ഈ രക്ഷകൻ നമ്മളെ നയിക്കുന്നു. അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടിയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതീക്ഷ എന്താണ്? രക്ഷയ്ക്കായി അന്ന് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലാണ് ഓരോ പ്രദേശങ്ങൾ കീഴടക്കി ഇവർ ജീവിക്കുകയാണ്. ആ കനാൻ ദേശത്തെ സ്വന്തമാക്കി അവിടെ ജീവിക്കുകയാണ്. എന്നാൽ അതിനുശേഷം ഈജിപ്തിൻ്റെ അടിമത്തം വരുന്നുണ്ട്, വീണ്ടും പ്രവാസ ജീവിതങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കുന്നൊരു ദൈവത്തെയാണ് അവരെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അതായത് ക്രിസ്തു ജനിക്കുന്ന സമയത്ത് റോമാ സാമ്രാജ്യമാണ് ഏറ്റവും ഭീകരമായിട്ട് നിൽക്കുന്നത്. അതായത് അവിടെ അനേകം ദൈവങ്ങളും ദേവന്മാരും രാജകീയ അധികാരങ്ങളും രാജാവിനെ ആരാധിക്കുന്നവരും ഇസ്രായേലിൻ്റെ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന യഹൂദ വിശ്വാസം, അതിനെല്ലാം ഘടകവിരുദ്ധമായ മറ്റൊരു സംസ്കാരമുള്ള റോമാ വിശ്വാസം. അപ്പോൾ അവിടെ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനൊരു അധികാരം, അതായത് രാജകീയ അധികാരത്തെയും കൂടെ ഇവിടെ മിക്സ് ചെയ്താണ് വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് കാണാൻ പഠിക്കേണ്ടത്. കാരണം അവരുടെ വിശ്വാസം എന്താണ്? റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ സർവ്വ അധികാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരും. അത് ക്രിസ്തുവായിട്ട് അവർ തീർച്ചയായിട്ടും വിശ്വസിച്ചാണ്. പക്ഷേ ആ റോമാ സാമ്രാജ്യത്തെ മാത്രം തോൽപ്പിക്കാൻ വരുന്ന ഒരു രക്ഷകനെ അല്ല പിതാവായ ദൈവം അയക്കുന്നത്. അത് സകല ജനത്തിൻ്റെ ഈ സദ്വാർത്തയാണ്. കാരണം പ്രവചനങ്ങൾ പൂർത്തിയാണെങ്കിൽ ഒരു സ്ഥലത്തോടോ ഒരു രാജാവിനോടോ പൊരുതുന്ന ഒരു ദൈവപുത്രനല്ല ഈ ഭൂമിയിലേക്ക് വരേണ്ടത്. അത് സഹനത്തിൻ്റെ ദാസനാണ്. സഹനദാസൻ എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അത് ബെത്ലഹേമിൽ പുൽക്കൂട്ടി ജനിക്കേണ്ടിയിരിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയിൽ വന്ന് ജനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ദാരിദ്ര്യം കാണിച്ചു തരാൻ നമുക്കില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്നവനും രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും ദാരിദ്ര്യമുള്ളവനാണെങ്കിലും വിഷമിക്കുന്നവനാണെങ്കിലും അവന് വേണ്ടി ജനിച്ച ഒരു പുൽക്കൂട്ടിലെ ഒരു രക്ഷകനെ, ഉണ്ണിയെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുകയാണ്. ചരിത്രവും വിശ്വാസത്തിലൂടെയും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ പോകുന്നതാണ് ഈശോയിൽ കാണുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജനനം ഒരു വ്യക്തിയോടോ ഒരു ശക്തിയോടോ ഒരു രാജാവിനോടോ അല്ലെ ഒരു വിശ്വാസത്തോടോ എതിർക്കാൻ വേണ്ടിയല്ല, സകല ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. സകല ജനത്തിനും ഒരു മാതൃകയായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ ജീവിതം. എങ്ങനെയാണ് നിങ്ങളത് അനുകരിക്കേണ്ടത്? അന്ന് വരെ ഉണ്ടായിരുന്ന നിയമങ്ങളെ അന്നും ഇന്നും പലരും, അതായത് രാജാറാം മോഹൻ റോയ് ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ വിശ്വാസത്തിനൊരു പരിധി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നു. അത് വേറൊരു തരത്തിലാണ് വിശ്വസിച്ചത്. ലോകത്തിൻ്റെ വലിയ തത്വചിന്തകന്മാരും അതുപോലെ തന്നെ വലിയ പണ്ഡിതന്മാരൊക്കെ ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ട്. അവരുടേതായ രീതിയിലാന്നേ ഉള്ളൂ. എന്നാൽ വിശ്വാസം കൊണ്ട് രക്ഷകനായ ക്രിസ്തുവിനെ, രക്ഷയായ ക്രിസ്തുവിനെ, പ്രവചന പൂർത്തീകരണമായ ക്രിസ്തുവിനെ, ഉടമ്പടിയുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ, വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറ്റുന്നതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനം അഥവാ അതിൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെ നമുക്കറിയാം ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ഉടമ്പടിയിൽ വിരിയുന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ യഹോവയുടെ സഹിക്കുന്ന ദാസൻ, അതാണ് രണ്ടാം യെശയ്യാ പ്രവചനത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സഹനദാസൻ എന്ന് തന്നെയാണ്. പിന്നെ സൺ ഓഫ് മേനാണ്, മനുഷ്യപുത്രനാണ്. ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ചില വാക്കുകളൊക്കെ കേട്ടാൽ ഹൃദയം പൊട്ടുന്ന വേദന നമുക്കുണ്ടാകും. ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റിയും ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തെപ്പറ്റിയും മൂല്യത്തെപ്പറ്റിയൊക്കെ
ക്രിസ്തു എന്താണെന്നോ ക്രിസ്ത്യാനി എന്താണോ ക്രിസ്തീയ വിശ്വാസം എന്താണെന്നോ ഒന്നും യാതൊരു ഗ്രാഹ്യവുമില്ലാതെ അവനവന് പറ്റുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു വിടുന്ന പല പ്രകടനങ്ങളും നമ്മൾ കാണാറുണ്ട്. ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരുമെന്നും ആ മനുഷ്യനായി ജീവിച്ച ദൈവം സകല ജനത്തിനും മാതൃകയായി ജീവിതത്തെ കാണിച്ചു കൊടുക്കുമെന്നും ആ സഹനദാസൻ രക്ഷയുടെ പൂർത്തീകരണമായി രക്ഷയിലേക്ക് എല്ലാവരെയും ലോകത്തെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി കുരിശേറി മരിക്കുമെന്നും എന്നാൽ ആ മരണം കൊണ്ട് തീരുന്നതല്ല, ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ എന്നും ഭരിക്കുമെന്നും വീണ്ടും വരുമെന്നുമെല്ലാം പ്രവചനങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ട് അത് അക്ഷരം തെറ്റാതെയാണ് ക്രിസ്തുവിൽ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നത്. രാജാവും നിത്യപുരോഹിതനുമായ ക്രിസ്തു, രാജാവായി പിറന്നവനെന്ന് ആദ്യമായി ലോകം കേൾക്കുന്നത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ മാത്രമാണ്. രാജകുമാരൻ എന്നല്ല, രാജാവായി പിറന്നവനെവിടെ. അപ്പോൾ രാജാക്കന്മാരുടെ മുഴുവൻ രാജാവായി, ഇസ്രായേലിൻ്റെ ദാവീദിൻ്റെ വംശത്തിൽ രാജാവായി ജനിച്ച് സർവ്വ അധികാരങ്ങളുടെയും അധികാരം ഉള്ള പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ നിത്യത, ശ്രേഷ്ഠത തന്നിൽ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന് ലോകത്തെ വീണ്ടും വിധിക്കുവാൻ അധികാരം, മനുഷ്യപുത്രനായ കൊണ്ട് അധികാരം ലഭിച്ച ആ ക്രിസ്തുവിൻ്റെ നാമമാണ് ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും പല പല കലാസൃഷ്ടികളിലും തമാശയും അല്ലെങ്കിൽ അവഹേളനയോടുകൂടിയൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നവരിൽ പലരും ക്രിസ്തീയ വിശ്വാസികളാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതൊരു വേദന നിറഞ്ഞ കാര്യമാണ്. ആ നാമത്തിൻ്റെ ശക്തി അറിയുമായിരുന്നെങ്കിൽ, ആ നാമത്തിൻ്റെ പ്രത്യേകത അറിയുമായിരുന്നെങ്കിൽ, അതിലൂടെ വരുന്ന രക്ഷയുടെ ശക്തി അറിയുമായിരുന്നെങ്കിൽ വളരെ സൂക്ഷിച്ച് ആ പേരുപയോഗിച്ചേനെ. ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച മറ്റൊരാളുടെ പേര് ഉപയോഗിക്കുന്നവരല്ല ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കേണ്ടത് എന്നുള്ള ബോധ്യമെങ്കിലും കിട്ടുമായിരുന്നു. തലമുറകളിലേക്കെങ്കിലും അത് പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കന്മാരായ നമുക്ക് വലിയ കടമയുണ്ട്. യേശുനാമത്തെ അവഹേളിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ വെറുതെ ഇരുന്ന് ചിരിക്കുന്ന വ്യക്തികളായി മാറുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. കാരണം അത് ദൈവത്തിൻ്റെ നാമമാണ്. ഈ ഭൂമി ജനിച്ച ഏതെങ്കിലും ഒരു കഥാകൃത്തിൻ്റെയോ ചരിത്രകാരൻ്റെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ നാമമല്ല. അത് അഭിഷിക്തനാണ്, മിശിഹായാണ്, അത് രക്ഷകനാണ്, അത് വിമോചകനാണ്. അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച കഥയുടെ ഉപജ്ഞാതാവല്ല. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൂടെ ഒരക്ഷരം തെറ്റാതെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. ക്രിസ്തു എന്ന നാമത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ആ നാമത്തെ വിവിധ രൂപത്തിലാണ് ബൈബിളിൽ കാണാൻ പറ്റുക. മനുഷ്യപുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, മറിയത്തിൻ്റെ പുത്രൻ, പ്രവാചകൻ, റബ്ബി, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇങ്ങനെ അനേകം വിശേഷണങ്ങളുണ്ട്. മനുഷ്യപുത്രൻ എന്നത് നൂറുകണക്കിന് തവണ 4 സുവിശേഷത്തിലും കൂടെയായിട്ട് എടുത്തു പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. അതോടൊപ്പം ദാവീദിൻ്റെ പുത്രൻ എന്ന് പല വട്ടം എടുത്തു പറയുന്നു എല്ലാ സുവിശേഷങ്ങളും. ദൈവത്തിൻ്റെ പരിശുദ്ധൻ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാട്, സഹനദാസൻ, അത് യെശയ്യാ പ്രവചനം 42-ലുണ്ട്. അതോടൊപ്പം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷം 12-ലുണ്ട്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സഹനദാസനായിട്ട് പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ ഒരു സിമ്പൽ തന്നെ സഹനദാസനാണ്. ശ്രേഷ്ഠ പുരോഹിതൻ, ഹെബ്രായ ലേഖനം 4:14, പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത ക്രിസ്തുവിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു മണവാളനാണ്. പൗലോസ്ലീഹ പലയിടത്തും പറയുന്നുണ്ട് മണവാളനായ ക്രിസ്തു, മണവാട്ടിയായ സഭ. അതോടൊപ്പം തന്നെ ലൂക്കായുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും എല്ലാം മണവാളനായ ക്രിസ്തുവിനെ കാണിച്ചു തരുന്നുണ്ട്. അബ്രഹാമിൻ്റെ പുത്രൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുവിശേഷം തുടങ്ങുന്നത് തന്നെ അബ്രഹാമിൻ്റെ പുത്രനായ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയാളൻ, അത് നടപടി പുസ്തകം, അതായത് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ അത് 42-ാം വചനം. ക്രിസ്തു വിധിയാളനാണ്. സകലരുടെയും സർവ്വ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ 1 കൊറിന്ത്യസ് 10:1 പറയുകയാണ് ആത്മീയ പാറയാണ്. സങ്കീർത്തനത്തിൽ പലയിടത്തും എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ അഭയദുർഗവും എൻ്റെ രക്ഷാകേന്ദ്രവും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പുള്ള തൂണുമൊക്കെയാണ് എന്ന് പറഞ്ഞ് സങ്കീർത്തകൻ ആരെപ്പറ്റി പറഞ്ഞു അതെല്ലാം ക്രിസ്തുവിൽ വന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, എൻ്റെ പരിചയം, എൻ്റെ വാള്,
എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം. ഇങ്ങനെ സങ്കീർത്തനം പിതാവായ ദൈവത്തിൻ്റെ മാഹാത്മ്യത്തെയും ക്രിസ്തുവിനെ പലയിടത്തും സങ്കീർത്തനത്തിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നതെല്ലാം ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ മൂലക്കല്ല്, എഫെസൂസ് 2:20, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരാകുന്ന തൂണിന്മേൽ സഭ പണിയപ്പെടുന്നു. മൂലക്കല്ലാണ് ക്രിസ്തു. അപ്പോൾ അതുപോലെ തന്നെ സഭയുടെ തലവൻ, എഫെസൂസ് 5:23, തല ക്രിസ്തു, ശരീരം വിവിധ അവയവങ്ങൾ നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് വിവിധ ദൗത്യങ്ങളുള്ള ശരീരങ്ങളിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെന്ന് നമ്മളെ പറഞ്ഞു തരികയാണ് എഫെസൂസ് ലേഖനം. അതുപോലെ തന്നെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം, കൊളോസോസ് ലേഖനം 1:15. നമുക്കറിയാം, ദൈവം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മുഖാമുഖം ദൈവത്തെ കണ്ടു എന്ന് പറയാവുന്നത് മോശയ്ക്കാണ്. അതുപോലും എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് അവിടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ദൈവത്തെ കാണാൻ ആർക്കും പറ്റുന്നില്ല. ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യനായ ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. അതായത് മനുഷ്യനും ദൈവവുമായ ക്രിസ്തു. അപ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ ദൃശ്യമായ മനുഷ്യ രൂപമാണ് ക്രിസ്തു. അതുപോലെ തന്നെ കൊളോസ്യസ് ലേഖനം 1:15 പറയാണ്, സൃഷ്ടിയുടെ ആദ്യ ബലമാണ്, ആദ്യജാതനാണ്. അതുകൊണ്ടാണ് ദാവീദിന് മുൻപേ ഞാനുണ്ടായിരുന്നു, ആദത്തിന് മുമ്പേ ഉണ്ടായിരുന്നവൻ, സകല സൃഷ്ടികളുടെയും മുൻപേ ഉണ്ടായിരുന്ന ആദ്യജാതൻ. ക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ രാജാവ്, 1 തിമോത്തിയോസ് 6:15, വെളിപാട് പുസ്തകം 19:16, രാജാക്കന്മാരുടെ രാജാവ്. നമ്മൾ ലോകം മുഴുവൻ ഇന്നും പാടുന്ന ഒരു പാട്ടാണ്, രാജാക്കന്മാരുടെ രാജാവേ നിൻ്റെ രാജ്യം വരണമേ. എഴുതിയതൊക്കെ മറ്റു ആണെങ്കിൽ പോലും അതിൻ്റെ ഓരോ വരികളിലും നിൽക്കുന്ന അർത്ഥം വളരെ ശ്രേഷ്ഠമാണ്. സർവ്വ രാജാക്കന്മാരുടെയും അധികാരങ്ങളുടെയും രാജാവാണ് ദൈവം. ഈ കാലഘട്ടങ്ങളിൽ അത് നല്ല വ്യക്തമാണ്. നമുക്ക് സർവ്വ അധികാരവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു, സർവ്വതും നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് പലരും വിശ്വസിച്ചു, എന്തെല്ലാമോ നേടിയാൽ ഞാൻ എല്ലാമാണെന്ന് വിശ്വസിച്ചു. അവിടെയൊക്കെ ശൂന്യമാണെന്ന് നമ്മളെ തെളിയിച്ചു തന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത്. സമ്പത്തുണ്ടായാലും അധികാരമുണ്ടായാലും വലിയ അധികാരികളൊക്കെ ജയിലിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സമയത്ത് എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ടിരുന്നവർ ഏറ്റവും നീചരായിട്ട് സമൂഹത്തിലേക്ക് മാറപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ക്രിസ്തുവിന് വേണ്ടി, സഹനത്തിന് വേണ്ടിയൊന്നുമല്ല. അവനവൻ്റെ അധികാരത്തിലുള്ള ദുരുപയോഗം കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കബളിക്കപ്പെട്ടൊക്കെ ആകാം, എങ്ങനെയും ആകട്ടെ. അതുകൊണ്ട് ഏത് അധികാരമുണ്ടെങ്കിലും അത് എന്നും നിൽക്കുന്നതല്ല, ശാശ്വതമാണോന്ന് ഓർക്കണ്ട. ഇനി അധികാരം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതായിട്ട് കണ്ടാൽ പോലും ഈ അധികാരത്തിൻ്റെ സർവ്വ അഹങ്കാരവും കാണിക്കുമ്പോൾ അവരുടെ മക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. നാണം കെടുന്ന, അപമാനിക്കപ്പെടുന്ന പല കാര്യങ്ങളും. അപ്പം ഈ ലോകത്തിൻ്റെ അധികാരങ്ങളാണേലും ഈ ലോകത്തിൻ്റെ അവകാശങ്ങളാണെന്ന് നമുക്ക് തോന്നിയാലും ഈ ലോകത്തിൻ്റെ നേട്ടമാണെന്ന് തോന്നിയാലും അല്ലെ ഈ ലോകത്തിൻ്റെ സർവ്വ സംവിധാനങ്ങളും സമ്പാദ്യമാണെന്ന് തോന്നിയാലും ആ ദൈവത്തോട് ചേർന്ന് അഹങ്കാരമില്ലാതെ എളിമയോടെ സ്നേഹത്തോടെ അതിനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവഭയമില്ലാത്ത, നീതിയില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറുന്നു. ദൈവത്തിൻ്റെ നാമം പോലും എങ്ങനെയും ഉപയോഗിക്കാൻ പേടിയില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയാണ്. അടുത്തത് പറയുകയാണ്, ദൈവജനത്തിൻ്റെ ഇടയനും ആത്മാക്കളുടെ രക്ഷകനും. ഇടയൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല ഇടയൻ. പഴയ നിയമം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഇടയൻ. ഇടയ സങ്കല്പമാണ് ഇസ്രായേൽ. നല്ല ഇടയനാണ് ക്രിസ്തു. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഇടയൻ. ആടുകളുടെ ജീവനെ എടുക്കുന്ന ഇടയനല്ല, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഇടയൻ. അപ്പം നല്ല ഇടയനായ ക്രിസ്തു. അടുത്തത് യൂദായുടെ സിംഹം, ദാവീദിൻ്റെ വേര്, വെളിപാട് 5:5 പലയിടത്തുണ്ട്. യൂദായുടെ സിംഹമാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവ്, നസ്രായനായ യേശു. അതുപോലെ തന്നെ പ്രഭാത നക്ഷത്രം, വെളിപാട് 22:16 സഹായകനാണ്. ആൽഫയും ഒമേഗയും, വെളിപാട് 1:8, 17, 20 പല ഭാഗത്ത് ആൽഫയും ഒമേഗയും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ സന്ദേശം, ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി, ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഭൂമിയിലുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി
അതിനുവേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു വന്നത്. ക്രിസ്തു പ്രസംഗിച്ചതെല്ലാം ദൈവരാജ്യത്തെ പറ്റിയാണ്. ദൈവരാജ്യം കടുകുമണിയോട് സമമാണ്. ദൈവരാജ്യം ഒരു വിത്ത് വിതയ്ക്കുന്ന വിതക്കാരന് സമമാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പോയി. ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ക്രിസ്തു സംസാരിച്ചത്. ദൈവരാജ്യത്തെ ഈ ഭൂമിയിലേക്ക് പകർന്നു തരാൻ വേണ്ടിയാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഒരു ദൈവമുണ്ടെന്നും ഒരു ദൈവരാജ്യമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു സ്വർഗരാജ്യമുണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു തരാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഇന്ന് വരെയും ജനിച്ചു പോയ ആരുടെയെങ്കിലും, അല്ലെങ്കിൽ ജീവിച്ച് മരിച്ചുപോയ ആരുടെയെങ്കിലും ചരിത്രത്തോട് ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ നമ്മൾ തുലനം ചെയ്യരുത്. മറ്റാരുടെയെങ്കിലും പേരിനെ ക്രിസ്തുവിൻ്റെ പേരിനോട് നമ്മൾ തുലനം ചെയ്യരുത്. കാരണം ക്രിസ്തു മനുഷ്യനായി വന്നു എന്ന് കരുതി വെറുതെ ആരുടെയും കഥ എഴുതുന്ന പോലത്തെ ഒരു കഥാപുരുഷനൊന്നുമല്ല ക്രിസ്തു. ക്രിസ്തു ദൈവവും കൂടിയാണ്. മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചതും ജനിച്ചതും മരിച്ചതും മനുഷ്യന് വേണ്ടി അവരുടെ കൂടെ നടന്നതുമെല്ലാം മനുഷ്യൻ്റെ സർവ്വ അവസ്ഥയിലും കൂടെയുള്ള ഒരു ദൈവത്തെ പകർന്നു തരാൻ വേണ്ടിയാണ്, അല്ലെ രക്ഷകനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്, ആ രക്ഷയുടെ സന്ദേശം പകർന്നു തരാൻ വേണ്ടിയാണ്. ഏത് പാപികളുടെയും ഏത് രോഗികളുടെയും കൂടെ നടക്കുന്നൊരു ദൈവമുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി വന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ ലോകത്തിൽ ഒരിക്കലും വിശ്വസിക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ദൈവം തന്നെ മനുഷ്യനായി ഭൂമി വന്നു എന്ന് കരുതി ആ നാമത്തെ നമുക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാനും നമുക്ക് തോന്നുന്ന പോലെ വിശകലനം ചെയ്യാനുമുള്ളതല്ല. ആ ദൈവത്തിൻ്റെ നാമത്തിന് അതിൻ്റെ പരിശുദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിന് അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട്. അത് ദൈവമാണ്. അതെങ്കിലും പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി, അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ ക്രിസ്തുവിൻ്റെ ആ ജീവിതം കൊണ്ടാണ് വലിയ ദൈവിക ഇടപെടൽ മനുഷ്യന് മനസ്സിലാകുന്നത്. അവിടം വരെ പ്രവാചകന്മാരോട് സംസാരിച്ചിരുന്നു. അവർ കാലഘട്ടത്തിനനുസരിച്ച് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരോട് സംസാരിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ അവിടെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സകല ജനത്തിനോടും വേണ്ടിയാണ് പിന്നെ സംസാരിക്കുന്നത്. അന്ന് ഇസ്രായേൽ ജനത്തിനോടാണ് പറയുന്നത്, നിങ്ങൾ ഇന്ന പാപം ചെയ്താൽ നിങ്ങൾക്ക് പ്രവാസമാണ്, അല്ലെ ഇന്ന പാപം ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, അല്ലെ ഇതിൽ നിന്ന് തിരിയണം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തോടായിരുന്നു, ഒരു സമൂഹത്തോടായിരുന്നു. എന്നാൽ ക്രിസ്തു സംസാരിച്ചത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനത്തോടല്ല, ലോകത്തിലുള്ള സർവ്വദാരിദ്ര്യം അനുഭവിക്കുന്ന സർവ്വരോടുമാണ്. ഏതെങ്കിലും തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും വിഷമിക്കുന്നവരുമുണ്ടെങ്കിൽ അവരെ എല്ലാം നോക്കിയിട്ടാണ് ക്രിസ്തു സംസാരിച്ചത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ശാന്തശീലരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ വേറൊരു ഉപമയിലൂടെ പറഞ്ഞു, ഒരു നിധി ഉള്ള വയലിനെ കണ്ടിട്ട് മറ്റെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നവൻ ബുദ്ധിമാനാണ്, അവൻ ദൈവരാജ്യം സ്വന്തമാക്കുന്ന ആ സ്വഭാവത്തെ കാണിച്ചു തരികയാണ്. മറ്റെല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഏറ്റവും വിലപ്പെട്ടതിനെ കണ്ടപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഇതിനെ സ്വന്തമാക്കുകയാണ്. അത് ലോകം മുഴുവനോടുമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കാണാതായ ഒരു ആടിൻ്റെ ഉപമ പറഞ്ഞിട്ട് അത് ലോകം മുഴുവനോടാണ് പറയണേ. 99 നീതിമാന്മാർ ഇവിടെ സമാധാനമായിട്ടിരിക്കുമ്പോൾ അവരെക്കാളും ചിന്തിക്കുന്നതും അവരെക്കാളും ശ്രദ്ധിക്കുന്നതും അകന്നുപോയ ഒരു ദൂരെയായിരിക്കുന്ന സമാധാനമില്ലാതെ ദൈവത്തിൽ നിന്ന് അകലും തോറും എങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം വേറൊരു അവസ്ഥയിലേക്ക് ചെല്ലും. അപ്പോൾ ദൂരെ വിഷമിക്കുന്ന, പന്നിക്കൂട്ടിലായിരിക്കുന്ന, അല്ലെങ്കിൽ കടബാധ്യത കൊണ്ട് വിഷമിക്കുന്ന, രോഗം കൊണ്ട് വിഷമിക്കുന്ന, അബദ്ധങ്ങളാണ് കാണിച്ചതെങ്കിലും തകർന്ന് തരിപ്പണമായ ആ വ്യക്തിയെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ കരുതൽ, അതാണ് സകല ജനത്തിനോടുമാണത് പറയുന്നത്. ഒരു വ്യക്തിയോടല്ല, ഒരു സമൂഹത്തോടല്ല, ഒരു പ്രത്യേക ഗോത്രത്തോടല്ല. അപ്പോൾ അന്ന് വരെ ഇസ്രായേൽ വന്ന പ്രവാചകന്മാരെല്ലാം ഒരു പ്രത്യേക ഗണത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആ പ്രത്യേക സമൂഹത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ, ക്രിസ്തു വന്ന് സകല ജനത്തിനോടും സംസാരിക്കുകയാണ്. എന്താണ് നീതി, എന്താണ് സത്യം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോന്നിനും അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു തരികയാണ്. തിന്മയുടെ എല്ലാ മേഖലകളിലും വരാവുന്ന ദുരന്തങ്ങളെ പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ദൗത്യം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. അത് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളാണെന്ന പേരും ക്രിസ്തീയ വിശ്വാസമുണ്ടെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നവരെങ്കിലും ക്രിസ്തു എന്ന നാമത്തിൻ്റെ അർത്ഥവും മൂല്യവും അതിൻ്റെ രക്ഷയും രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ മനസ്സിലാക്കണം. അതിന് ആരെങ്കിലും തമാശ പറയുമ്പോഴും ആരെങ്കിലും കളിയാക്കുമ്പോഴും ആരെങ്കിലും കലാസൃഷ്ടികളിലൊക്കെ ആ പേര് ആവശ്യമില്ലാതെ അപമാനിക്കാൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ക്രിസ്ത്യാനികൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ, അത് നമുക്ക് ക്രിസ്തു എന്ന ദൈവത്തെ അറിയാൻ നമുക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആ പേരിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലായിട്ടില്ല.
അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ ആ ഈശോയുടെ നാമത്തിൻ്റെ പ്രത്യേകതകളെ, യേശുനാമത്തിൻ്റെ ശക്തിയെ, നമുക്കറിയാം പഴയ നിയമ സമയത്തൊക്കെ അപ്പസ്തോലന്മാരൊക്കെ നടക്കുന്ന വഴികളിൽ പോലും അവരുടെ നിഴലിൽ പോലും സൗഖ്യമുണ്ടായിരുന്നു. കാരണം അവർ ഈശോയെ കണ്ട, ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ച ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയിൽ അവരവിടെ, പത്രോസും പൗലോസ്ലീഹയൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വെള്ളിയോ സ്വർണ്ണമോ ഇല്ല, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, മുടന്തൻ എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റ് നടക്കുന്നു. ഇപ്പോൾ പലരും പല അഭ്യാസം കൊണ്ടും പല കഥയും പറയുന്നുണ്ട്. അവർ പറഞ്ഞ പോലെയൊക്കെ ആണെന്നും പറഞ്ഞ് പത്രോസ്ലീഹയുടെയും പൗലോസ്ലീഹയുടെയും ജീവിതവും ഇവരുടെ ജീവിതവും കൂടെ തുലനം ചെയ്തിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊക്കെ വെറുതെ നാട്ടുകാരെ പറ്റിക്കാനുള്ള പണിയായിട്ട് ചിലർ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നുണ്ടോ? അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും നമുക്ക് വേണം. യേശുവിൻ്റെ നാമം ആവശ്യമില്ലാതെ ഉപയോഗിക്കുകയും അത് സ്വന്തം നേട്ടത്തിനും സമ്പാദ്യത്തിനും അല്ലെങ്കിൽ പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കണം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഈശോയുടെ നാമം ആവശ്യമില്ലാതെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു കറക്റ്റ് വഴിയിലൂടെ അല്ല യാത്ര എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ആ നാമത്തിനെ ബഹുമാനിക്കണം. ആ നാമം പരിശുദ്ധമാണ്. യേശു എന്ന നാമം വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അത് രക്ഷയുടെ നാമമാണ്. അതിനെ അതേ അർത്ഥത്തിലും മൂല്യത്തിലും മനസ്സിലാക്കി വരും തലമുറകൾക്ക് പകർന്നു കൊടുത്ത് ആ നാമം ഉപയോഗിച്ച് അതിൻ്റെ സർവ്വ മഹത്വവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, അതിന് ശക്തിയുണ്ട്, രക്ഷയുണ്ട് ആ നാമത്തിന്. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ